ഇന്ന് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ പുറത്തുവിടും. 2:30-ക്ക് റിപ്പോർട്ട് പരസ്യപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. റിപ്പോർട്ട് പുറത്തുവിടും മുമ്പ് പകർപ്പ് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടി രഞ്ജിനി നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്നായിരുന്നു നിർദ്ദേശം. രഞ്ജിനിയുടെ അപ്പീൽ 3 മണിക്ക് സിംഗിൾ ബെഞ്ച് പരിഗണിക്കും. നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ അപ്പീലും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും ഒപ്പം തന്നെ സലീം മാലിക് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട്. ആദ്യം എസ് ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത്, 3 മണിക്ക് രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനു മുമ്പേ തന്നെ 2:30-ക്ക് ഈ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ പോകുന്നു സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. മറ്റ് നിയമ തടസ്സങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഈ ഘട്ടത്തിലില്ല. അതുകൊണ്ട് 2:30-ക്ക് തന്നെ ആ റിപ്പോർട്ട് പുറത്തുവരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോടതി ഇന്ന് വ്യക്തമാക്കിയത് എന്താണ്? സജിമോൻ പാറയിലിൻ്റെ ഹർജിയും രഞ്ജിനിയുടെ ഹർജിയും ഉച്ചയ്ക്ക് പരിഗണിക്കാൻ പോകുന്ന സാഹചര്യമുണ്ടല്ലോ ശ്രീകാന്ത്. റീജിത്ത്, സജിമോൻ പാറയിലിന്റെ ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. രഞ്ജിനിയുടെ അപ്പീൽ ഹർജി കോടതി ഇന്ന് തള്ളിയിരിക്കുന്നു. അതിൽ കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അവർ നൽകിയ മറുപടി, ഇതിൽ സ്വകാര്യതയെ ഹനിക്കുന്ന വിവരങ്ങൾ പുറത്തു വരരുത് എന്നാണ് ആഗ്രഹം. താൻ മൊഴി കൊടുത്തത് തന്നെ തൻ്റെ മൊഴിയുടെ വിശദാംശങ്ങൾ, വിവരങ്ങൾ പുറത്തു വരില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ഈ രഞ്ജിനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പക്ഷേ കോടതി മുഖവിലക്കെടുത്തില്ല വിവരങ്ങൾ. ഈ ഇത്തരത്തിലുള്ള അവരുടെ വാദങ്ങൾ കോടതി അവരുടെ അപ്പീൽ ഹർജി തള്ളുകയും ചെയ്തു. ഇനി അവർക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്നൊരു കാര്യവും കോടതിയുടെ ഭാഗത്തു നിന്നും, ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും വന്നു. തുടർന്ന് ഈ രഞ്ജിനിയുടെ അഭിഭാഷകൻ 3 മണിയോടുകൂടി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന് സിംഗിൾ ബെഞ്ചിന് നിർദ്ദേശവും നൽകി. ഒരു തരത്തിലുള്ള നിയമ തടസ്സവും ഈ ഹർജി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത് കൊണ്ട് സർക്കാരിന് മുൻപാകെ ഇല്ല. അപ്പീൽ ഈ നൽകുന്നതുമായി ബന്ധപ്പെട്ട്, ഇനി സിംഗിൾ ബെഞ്ചിലേക്ക് വീണ്ടും പോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേയും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ കോടതി പറഞ്ഞിട്ടില്ല. റിപ്പോർട്ട് സർക്കാരിന് വേണമെങ്കിൽ പുറത്തുവിടാം, അത് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സർക്കാരിന് പുറത്തുവിടാം. സർക്കാരിന് കാത്തിരിക്കേണ്ട ഒരു കാര്യവുമില്ല. അതിൽ രഞ്ജിനി ആവശ്യപ്പെടുന്ന തൻ്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് സംരക്ഷിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അത് കഴിഞ്ഞ വാദം നടന്നപ്പോൾ സിംഗിൾ ബെഞ്ച് ഉറപ്പുവരുത്തിയതുമാണ്. അതിനാൽ തന്നെ സർക്കാരിൻ്റെ മുമ്പിൽ പ്രതിസന്ധിയില്ല, പ്രശ്നങ്ങളില്ല. റിപ്പോർട്ട് ഇപ്പോൾ തന്നെ വേണമെങ്കിലും പുറത്തുവിടാം. ഒരു തരത്തിലുള്ള നിയമപ്രശ്നങ്ങളും അതിലില്ല എന്നുള്ളതാണ് വസ്തുത. ശ്രീകാന്ത്, ഈ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന വാദങ്ങൾ അത് ഈ ഘട്ടത്തിൽ കോടതി ഗൗരവമായി എടുക്കുന്നില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം 80-ലധികം പേജുകൾ നീക്കം ചെയ്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്, പുറത്തുവിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണോ ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി? ശ്രീകാന്ത്, സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേരത്തെ സിംഗിൾ ബെഞ്ച് തന്നെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് ഒരു കാരണവശാലും അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഈ മൊഴികളുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തുവിടില്ല എന്നുള്ളത് നേരത്തെ സിംഗിൾ ബെഞ്ച് തന്നെ ഉറപ്പാക്കിയ കാര്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് നിലവിൽ കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ വന്നപ്പോൾ ആ അപ്പീൽ ഹർജി തന്നെ തള്ളുകയുണ്ടായത്. ഏതാണ്ട് 82 പേജാണ് ഈ സ്വകാര്യതാ സംരക്ഷണം എന്ന മാനദണ്ഡം ചൂണ്ടിക്കാട്ടി അത് മാസ്ക് ചെയ്ത് അത് കൊടുക്കാതെ ബാക്കിയുള്ളവ പുറത്തുവിടുക എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നത്. വിവരാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും അടക്കം സ്വീകരിച്ച നിലപാടും ഇതുതന്നെയായിരുന്നു. അതിനാൽ തന്നെ ഇനിയൊരു പുനർവിചിന്തനം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വേണ്ട എന്ന് തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം. പക്ഷേ ഈ സ്വകാര്യതാ വിഷയം മൊഴി കൊടുത്തയാളെന്ന നിലയിൽ രഞ്ജിനി ഉന്നയിച്ചപ്പോൾ അതേ സിംഗിൾ ബെഞ്ചിനെ തന്നെ സമീപിക്കാൻ നിർദ്ദേശം നൽകി ഹർജി തള്ളുകയാണ് ഉണ്ടായത്. സാങ്കേതിക നടപടിയാണ്. രഞ്ജിനിക്ക് ആശ്വസിക്കാവുന്ന വക സിംഗിൾ ബെഞ്ചിൽ നിന്നും കിട്ടും എന്ന് കരുതുക വയ്യ. ശ്രീകാന്ത്, സർക്കാർ പലതവണ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇത് പരസ്യപ്പെടുത്തുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ള വിമർശനം കേട്ടതാണ്. നേരത്തെ ഈ രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ പോലും ആ റിപ്പോർട്ട് ഒരു ഘട്ടത്തിൽ പുറത്തു വരും എന്ന് കരുതിയിരുന്നിടത്ത് സർക്കാർ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് 3 മണിക്ക് രഞ്ജിനിയുടെ ഹർജി സിംഗിൾ ബെഞ്ച് പരിഗണിക്കാനിരിക്കെ അതിന് മുമ്പേ തന്നെ ഈ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുക, അതിലൂടെ സർക്കാർ ഇതിൽ നിന്ന് എന്തായാലും പ്രസിദ്ധീകരിക്കാൻ പോകുന്നു, ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്ന ഉറച്ച നിലപാടാണോ വ്യക്തമാവുന്നത്? ശ്രീകാന്ത്, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതായത് സർക്കാരിന് പ്രതിബന്ധങ്ങൾ ഒഴിഞ്ഞ പശ്ചാത്തലത്തിൽ സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്
ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സർക്കാരിന് അത് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും സർക്കാരിന് മുൻപാകെ ഉണ്ടായിരുന്നില്ല. പക്ഷേ സർക്കാർ അത് ഈ തിങ്കളാഴ്ച വരെ, അതായത് ഇന്ന് വരെ സർക്കാർ നീട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. രഞ്ജിനിയുടെ ഒരു ഹർജി വന്ന സ്ഥിതിക്ക് ഇനി ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ആ വിഷയത്തിൽ വേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. അത് സർക്കാർ ആലോചിച്ചെടുത്ത നയപരമായ തീരുമാനമായിരുന്നു. അതെന്തായാലും നടപ്പായി. ഇന്ന് ആ ഹർജി തള്ളുക കൂടി ചെയ്തു. ഇനി വീണ്ടും അതിന്മേലൊരു സിംഗിൾ ബെഞ്ചിനെ സമീപിക്കൽ കൂടി കഴിഞ്ഞിട്ട് മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കാം, ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്നൊരു തീരുമാനത്തിലേക്കൊന്നും സർക്കാർ ഒരിക്കലും പോകാനിടയില്ല. കാരണം നിയമപരമായ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും സർക്കാരിനില്ല. അതാണ് വസ്തുത. സർക്കാരിന് സ്വാഭാവികമായും ഈ റിപ്പോർട്ട് പുറത്തുവിടാം. അതവർ ചെയ്യാൻ പോകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവർ ഈ അപേക്ഷ വെച്ച മാധ്യമപ്രവർത്തകർക്കെല്ലാം 5 മാധ്യമപ്രവർത്തകർക്ക് ഇത് സംബന്ധിച്ച് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാണ്. അത് കൈപ്പറ്റണം എന്നത് സംബന്ധിച്ച വിവരം അറിയിച്ചു കഴിഞ്ഞു. മെയിൽ മുഖേനയാണ് അറിയിച്ചത്. 2:30 ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. സർക്കാർ ആ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. കോടതി നടപടികൾക്കായി, ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കോടതി നടപടികൾക്കായി കാത്തു നിൽക്കാതെ 2:30 തന്നെ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അപേക്ഷകർക്ക് അത് സംബന്ധിച്ച വിവരങ്ങളും സർക്കാർ കൈമാറിയിട്ടുണ്ട്, സാംസ്കാരിക വകുപ്പ് കൈമാറിയിട്ടുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, 2:30 ഇതാ ഏറെ നാളായി കാത്തിരിക്കുകയായിരുന്നു. എന്താണ് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്നുള്ള കാര്യത്തിൽ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ടായിരുന്നു. സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, വെളിപ്പെടുത്തലുകൾ അതിലുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ ചർച്ചയാകുന്നുണ്ടായിരുന്നു. പക്ഷേ കോടതി തന്നെ അതിൽ പിന്നീട് ഒരു വ്യക്തത വരുത്തുകയും 80-ലധികം പേജുകൾ അതിൽ നിന്ന് നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തു. സർക്കാർ കൃത്യം 2:30 തന്നെ അത് പുറത്തുവിടുന്നു എന്നതിലൂടെ ഇതാ കോടതി നടപടികൾക്കൊന്നും കാത്തു നിൽക്കാതെ, ഇതുവരെ ഉയർത്തിയ വിമർശനങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാതെ ഇതാ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. അപേക്ഷകരെ എന്താണ് അറിയിച്ചിരിക്കുന്നത് സലീം? ശ്രീജിത്തിൽ പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഇതിലൂടെ വ്യക്തമാക്കുന്ന ഒരു നിലപാട്, അത് ഈ സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല, യാതൊരു വിധത്തിലുള്ള മടിയുമില്ല എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ടാണ് 3:15 ഹർജി പരിഗണിക്കാനിരിക്കെ അതിനു മുൻപ് 2:30 തന്നെ റിപ്പോർട്ട് പുറത്തുവിടാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം അറിയിച്ചിരുന്നത് 5 മണിക്ക് മുൻപ്, 4 മണിക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവിടുമെന്നായിരുന്നു. പക്ഷേ ഔദ്യോഗികമായി അല്പസമയം മുൻപ് ഈ അപേക്ഷകർക്ക് മെയിൽ മുഖാന്തരം തന്നെ റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് ഓഫീസിൽ വന്ന് കൈപ്പറ്റാം, അത് 2:30 വന്ന് കൈപ്പറ്റാം എന്നൊരു മെസ്സേജ് എത്തിയിരിക്കുന്നു. അതായത് ഈ ഹർജി സിംഗിൾ ബെഞ്ച് ഹർജി പരിഗണിക്കുന്നതിന് മുൻപേ തന്നെ പുറത്തുവിട്ടുകൊണ്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന വാദങ്ങളെ ഇപ്പോഴേ റദ്ദ് ചെയ്യുകയാണ് സർക്കാർ. കാരണം CPM തന്നെ ഔദ്യോഗികമായി തങ്ങൾക്ക് റിപ്പോർട്ട് പുറത്തു വരുന്നതാണ് താല്പര്യമെന്ന നിലപാട് കൂടി വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, കഴിഞ്ഞ 5 വർഷമായി സർക്കാരിന് മേശപ്പുറത്ത് തന്നെ ഇരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നത്. അതിലെന്താണ്, അതിൽ ഇത്രയും വലിയ ബോംബുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ, 1 മണിക്കൂർ കൂടി മാത്രമേ ഉള്ളൂ, കഴിഞ്ഞ 5 വർഷമായി കേരളം ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ആ റിപ്പോർട്ടിൽ എന്താണ് എന്നുള്ളത്. അത് സംബന്ധിച്ച വിവരങ്ങൾ അല്പസമയത്തിനകം പുറത്തു വരും. നിലവിൽ 66 പേജുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കിയിരിക്കുന്നത്. ബാക്കി 233 പേജുകൾ ഇതിൽ പുറത്തുവിടും. അതിൽ ചില പേരുകൾ, ഈ മൊഴി നൽകിയവരുടെ പേരുകൾ, അത് നടിമാരും സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിലെ മൊഴി നൽകിയവരുടെ പേരുകളും അവരുടെ വിവരങ്ങളും ഒഴിവാക്കിയുള്ള റിപ്പോർട്ടാണ് പുറത്തുവിടുന്നത്. അതിൽ തന്നെ ചില പേജുകൾ ഭാഗികമായും ചില പേജുകൾ പൂർണ്ണമായും ഖണ്ഡിക മാത്രമായും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ എന്താണ് ഒഴിവാക്കിയത്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വകാര്യതയെ ഹനിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. എന്തായാലും ഈ സാധാരണഗതിയിൽ ഇതിനു മുൻപ് ജൂലൈ 24 അതിനു മുൻപ് കഴിഞ്ഞ ദിവസവും ഒക്കെ പുറത്തുവിടുമെന്നൊരു അറിയിപ്പ് വന്നതിന് ശേഷം മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഏറ്റവും അവസാന നിമിഷം ഇത് പുറത്തുവിടാൻ കഴിയാതിരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ജൂലൈ 24 അത് കോടതി ഇടപെടലിലൂടെയായിരുന്നു പുറത്തുവിടാൻ കഴിയാതിരുന്നതെങ്കിൽ നിയമോപദേശം ഉൾപ്പെടെ പുറത്തുവിടുന്നതിൽ തടസ്സമില്ല എന്ന് അറിഞ്ഞതിന് ശേഷവും സർക്കാർ തന്നെ പുറത്തുവിടേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. അതിനുശേഷമാണ് സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉരുണ്ടുകളി എന്നതുൾപ്പെടെയുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിമർശനം വരാതിരിക്കാനാണ് സർക്കാർ ഇപ്പോൾ തിടുക്കപ്പെട്ട് വളരെ വേഗത്തിൽ തന്നെ ഈ കോടതി നടപടികൾ പൂർത്തിയായി ഡിവിഷൻ ബെഞ്ച് റിപ്പോർട്ട് പുറത്തുവിടുന്ന അതുമായി ബന്ധപ്പെട്ട് രഞ്ജിനി നൽകിയ ഹർജി തള്ളിയതിന് തൊട്ടു പിന്നാലെ റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ റിപ്പോർട്ട് ഇന്ന് തന്നെ പുറത്തുവിടും, 5 മണിക്ക് ശേഷം പുറത്തുവിടും, 5 മണിക്ക് മുൻപ് പുറത്തുവിടും എന്നറിയിച്ചിരുന്നു. അതിന് പിന്നാലെ സിംഗിൾ ബെഞ്ച് ഈ കേസ് വളരെ വേഗത്തിൽ പരിഗണിക്കണം, 3:15 തന്നെ പരിഗണിക്കണം എന്നൊരു അറിയിപ്പ് വന്നതോടുകൂടി 2:30 തന്നെ റിപ്പോർട്ട് പുറത്തുവിടാം, ഇനി മറ്റൊരു എതിർപ്പും വരേണ്ടതില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും
നിലവിൽ ഇപ്പോൾ 2:30 തന്നെ ആ റിപ്പോർട്ട് വെളിച്ചം കാണും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ 2 തവണയും ഏറ്റവും അവസാനം ഇതൊരു സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ പോലെ തന്നെ ഏറ്റവും അവസാന നിമിഷത്തിലുള്ള ട്വിസ്റ്റുകളിലൂടെയൊക്കെയാണ് ഈ റിപ്പോർട്ട് വീണ്ടും പുറത്തുവിടേണ്ട എന്നൊരു തീരുമാനമുണ്ടായത്. അവസാന നിമിഷങ്ങളിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമോ എന്ന് ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. ഇനി ഒരുപക്ഷേ ആ റിപ്പോർട്ട് ഏറ്റവും അവസാനം 3:15 കോടതിയുടെ നടപടി കൂടി നോക്കിയതിന് ശേഷം പുറത്തുവിട്ടാൽ മതിയോ എന്നൊരു തീരുമാനം തിരുത്തുമോ എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണാം. എന്തായാലും നിലവിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന അറിയിപ്പ്, അതായത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന 5 മാധ്യമ പ്രവർത്തകർക്കും വന്നിരിക്കുന്ന അറിയിപ്പ് 2:30 സാംസ്കാരിക വകുപ്പ് ഓഫീസിലെത്തി ഈ റിപ്പോർട്ട് കൈപ്പറ്റണം എന്നുള്ളതാണ്. നിലവിൽ ആ റിപ്പോർട്ടിൽ എന്ത് എന്നുള്ളതിലും വളരെ ശ്രദ്ധേയമായി സലീം, ആ റിപ്പോർട്ട് പൂർണ്ണ അർത്ഥത്തിൽ പുറത്തു വന്നാൽ അത് വലിയ കോളിളക്കങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു പലതരത്തിൽ ഉള്ള ഇടപെടലുകൾ പിന്നീട് ഉണ്ടാവുന്നതും അതൊരു കോടതി വ്യവഹാരത്തിലേക്ക് കടക്കുന്നതും പിന്നീട് വിവരാവകാശ കമ്മീഷൻ്റെ ഒരു ഉത്തരവ് വരേണ്ട സാഹചര്യവും ഒക്കെ രൂപപ്പെട്ടിരുന്നത്. ഇതിൽ ഇനി പുറത്തു വരാൻ പോകുന്ന റിപ്പോർട്ടിൽ നിന്ന് ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നീക്കിയിട്ടുണ്ട്. കോടതിയുടെ ഉത്തരവുണ്ട്. സ്വകാര്യതയെ ലംഘിക്കുന്ന തരത്തിലുള്ള ഒന്നും അതിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കോടതിയുടെ നിലപാട് മുമ്പിലുണ്ട്. എങ്കിലും സിനിമാ രംഗത്ത് ചൂഷണമുണ്ടോ, അത് എത്രത്തോളമുണ്ട്, ആര്, അതേത് തരത്തിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരാൻ പോകുന്ന റിപ്പോർട്ട് അത് വിശദീകരിക്കുമെന്ന് കരുതേണ്ടതുണ്ടോ, പേരുകൾ അതിൽ ഉൾപ്പെടും എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ, അത് സംബന്ധിച്ചുള്ള സൂചനകൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ സലീം മാലിക്? റീജിത്ത്, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഒഴിവാക്കപ്പെട്ട 66 പേജ്, അതായത് അത് പൂർണ്ണാർത്ഥത്തിൽ ഒഴിവാക്കപ്പെട്ടതല്ല, ചിലത് ഗണ്ണിക മാത്രമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലത് പകുതി പേജ്, അങ്ങനെ ആണ് ഈ 66 പേജ് ഒഴിവാക്കിയിരിക്കുന്നത്. അതായത് വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കുന്ന വിവരങ്ങളൊന്നും തന്നെ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് നിയമവകുപ്പ് ഉൾപ്പെടെ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പോകുന്ന 233 പേജിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ളൊരു വിവരം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. കാരണം പൂർണ്ണമായും ആ റിപ്പോർട്ടിൽ ഈ വ്യക്തികളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തുവിടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.